പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ മീൻകറിയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ ഇതൊരു സ്പെഷ്യലായിട്ട് ഉള്ള ഒരു കറി. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീൻ കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അതായത് ഡാം ആവോലിയാണിത്. കണ്ട, ഡാം ആവോലി വെട്ടിക്കഴുകി തോലൊക്കെ ഉരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോ ഡാം ആവോലി ഉണ്ട്. ഇതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, ഒരു മാങ്ങ, ചെറിയുള്ളി, വലിയുള്ളി, ഒരു മൂടി നാളികേരം, ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ സാദാ ചില്ലിപ്പൊടി, ഇത് രണ്ടും, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക്, ഇഞ്ചി, വെള്ളുള്ളി. ഇത്രയും സാധനങ്ങളാണിതിൽ, ഇത്രയും വസ്തുക്കളാണിതിൽ അരയ്ക്കാനെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ പറയാം, ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഈ അരവ് ഒരുപാട് അരയണ്ട, കുറച്ചൊന്ന് തരിപ്പ് വേണം, എന്നാൽ തരിപ്പ് പാടില്ല. നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്നതിൽ ഇത്തിരി അപ്പോൾ ചെറിയ ഒരു തരി പോലുള്ള തരിപ്പ് വേണം, മഷി പോലല്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞിടുക, ഇഞ്ചി, വെള്ളുള്ളി, ചെറിയുള്ളി, നാളികേരം, കാശ്മീരി ചില്ലി, സാദാ ചില്ലി പൊടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത്. എന്താണെന്ന് നോക്കണം കേട്ടോ, അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ ഈ മീൻ നമുക്ക് നമ്മുടെ ചട്ടിയിലേക്കാക്കാം. ചട്ടിയിലേക്ക് ആക്കാം. നമുക്ക് ചട്ടിയിലേക്കാക്കാം. ചട്ടിയിലേക്കാക്കുന്നതിന് മുമ്പായി ഈ അരവ് ഇതിലേക്ക് ഒഴിക്കുക. അരവ് വെള്ളം ഒഴിച്ച് അരവൊന്ന് കലക്കാം. മീൻ വേഗണ്ടേ, അപ്പം അതിനുള്ള വെള്ളം ഒഴിക്കാൻ കറിയല്ല കേട്ടോ, ഒഴിക്കാൻ വേറെ ഉണ്ട്. നമുക്ക് ഈ മാങ്ങ കഴുകി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ ഒരു കത്തി മേടിച്ചോണ്ട് നമുക്ക് ഇഷ്ടമില്ല, ഇന്നലെ കൊണ്ടുവന്ന കത്തിയാണ്, ഒട്ടും മോശമില്ല. ഇവിടുത്തെ കത്തി ഊരിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ പുതിയൊരു കത്തി എന്ന് കൊണ്ടുവന്നു. മാങ്ങ അരിഞ്ഞിട്ടായിരുന്നു. നിങ്ങൾക്കിത് അരിഞ്ഞ് വെച്ചിരുന്നാൽ മതി, എടുത്തില്ല. ഈ വലിപ്പമേ ആകാവൂ മാങ്ങയ്ക്ക് കേട്ടോ. തോല് കളയണ്ട, തീരെ തോല് കെട്ടിയില്ല. ഒരു പൂളൂടെ എന്നാലേ പുളി കാണില്ല. ഇത്രയും മീനില്ലേ, മാങ്ങയുടെ അണ്ടി അരച്ചിട്ടില്ല കേട്ടോ. പച്ചമുളക് ഇഞ്ചി കൊത്തി വെച്ചിട്ടുണ്ടാവും.
നമ്മൾ ഒരു വെള്ളം കൂടെ ഒന്ന് കഴുകി ഒഴിച്ചാൽ മതി. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മതി. വേഗണ്ടേ. ആവശ്യാനുസരണമുള്ള ഉപ്പിടാം. ഉപ്പ് കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാ അത്രയും വേണം. മാങ്ങായി കുടംപുളി ഇട്ട് വയ്ക്കാം കേട്ടോ. ഇതിന് ഉപ്പൂടെ വേണം. ഇനി ഇത് നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിടാം. തീർച്ചയായും മാങ്ങയുടെ പുളി നോക്കട്ടെ. ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിലൊക്കെ ആണെങ്കിൽ ഇത് തിളയ്ക്കാനൊന്നും വെക്കില്ല. ഇതിലോട്ട് തന്നെ മീൻ അങ്ങ് ഇടും. അപ്പം നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി അല്ലേ. ആ അരവിലോട്ട് മീൻ പെറുക്കി ഇടാം. അല്ല അത് കഴിഞ്ഞ് മതിയെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് ചെയ്താൽ മതി. നിങ്ങൾക്കിത് തിളച്ചിട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിളച്ചിട്ട് മതി. പക്ഷെ ഞങ്ങളുടെ രീതി അങ്ങനെയല്ല. ഞങ്ങളിത് തിളയ്ക്കാനൊന്നും നിൽക്കില്ല. ഇതിലോട്ട് തന്നെ കഷ്ണം പൊടിക്കേണ്ടത്. എല്ലാം പൊറുക്കി അതിലിട്ടു. ഈ 2 കഷ്ണം നമുക്ക് വറക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇത് താത്തി വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മൾ തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചു. അടച്ച് വയ്ക്കാൻ ഇതിലോട്ടൊരു തിള വന്നു കഴിയുമ്പോൾ ഒരല്പം കറിവേപ്പില ഇടാം. കറിവേപ്പിലൊക്കെ കഴിഞ്ഞു.
ഇനി പോയി എടുത്തോണ്ട് വരണം. ഇത് കറിവേപ്പില. അടപ്പ് നല്ലോണം മൂടി വയ്ക്കരുത്, തിളച്ച് പോകും. എന്നിട്ട് നമുക്ക് ഇനി ഇത് 2 തിളച്ച് കഴിയുമ്പോൾ അതിനെ നമുക്ക് 2 തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനെ തിരി താത്തു വയ്ക്കണം. രണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തിരി താത്തു വയ്ക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം. ഒരു 3/4 കിലോ ഡാം ആവോലിയാണ്. അത് തോലൊക്കെ ഉരിച്ച് നീറ്റാക്കി അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, വലിയുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട്, പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു മൂടി നാളികേരം നമ്മൾ പിന്നെ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, 1/2 സ്പൂൺ സാദാ ചില്ലിപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മഷി പോലെ അരയേണ്ട, തിരുതാതെ ഒരു ചെറിയ തരിതരിപ്പോടെ അരച്ച് ഇതിൻ്റെ കൂടെ ഒരു സാധനം ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അത് പച്ചമല്ലിയാണ് ഈ അരവിൻ്റെ കൂടെ. ഈ പച്ചമല്ലി, ഒരു പിടി പച്ചമല്ലിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് എടുത്തിട്ട്, മഷി പോലെ അരയണ്ട, നന്നായിട്ടെന്ന് പറയാം എല്ലാം കൂടി യോജിച്ച് അരച്ച് മഷി പോലെ അരയണ്ട, ചെറിയൊരു തരിയോടുകൂടി അരച്ച് കലക്കി മാങ്ങ ഒരു വലിയ പൂളും ഒരു ചെറിയ പൂളും മാങ്ങ അരിഞ്ഞിട്ട് അതും ഈ അരവും കൂടെ എല്ലാം കലക്കിയിട്ട് നമ്മളതിലേക്ക് ഈ മീൻ 3/4 കിലോ മീൻ ഞാൻ 2 കഷ്ണം മാറ്റി വെച്ച് വറക്കാൻ, ബാക്കി മീനും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടാം. തിളച്ചിട്ട് വേണേലും ഇടാം. പക്ഷേ ഞങ്ങൾ മീനിൻ്റെ കൂടെ ഈ അരവിൻ്റെ കൂടെ തന്നെ മീനും ഇട്ട് അടുപ്പത്ത് വെച്ച് ഒന്നിച്ച് തിളപ്പിക്കുകയാണ്. എന്നിട്ട് നല്ല 2 തിളച്ച് കഴിയുമ്പോൾ അത് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടെ കിടന്ന് ചാറ് കുറുകി വരുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് അടുപ്പ് ഓഫാക്കി അടച്ചു വയ്ക്കുക. നല്ല രുചിയുള്ളൊരു സ്പെഷ്യൽ വെറൈറ്റി മീൻകറിയായത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു മീൻകറിയാണിത്. ഇത് തിളച്ചിട്ടില്ല, തിള വരുന്നേ ഉള്ളൂ. ആ മീനൊക്കെ നമുക്ക് വെട്ടിക്കഴുകി കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഞാൻ കൊണ്ടുവന്ന്, എനിക്ക് നല്ലോണം ക്ലീൻ ചെയ്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവന്ന് 3-4 പ്രാവശ്യം കഴിയും. പിന്നെ ഞാനിത് മുറിക്കാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് തോൽ പിടിച്ചൊക്കെ കഴിഞ്ഞ് അവരുടെ ഇതിൽ കൊണ്ട് അവിടെ വെച്ച് മുറിക്കുമ്പോൾ എനിക്ക് അറപ്പാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് മുറിച്ചിട്ട് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ മുറിച്ചിട്ട് എന്നിട്ട് ഇതിങ്ങനെ അരമണിക്കൂർ കൊണ്ട് ഈ മീൻകറി റെഡിയാകും. വെട്ടി കഴുകി ഇത് വെക്കാൻ അരമണിക്കൂർ മതി. നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും, ഞാൻ അന്ന് എൻ്റെ മോനൊക്കെ വന്നപ്പോൾ ഇത് മേടിച്ച് വെച്ചു, വറക്കുകയും ചെയ്തു, നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇന്ന് കണ്ടപ്പോൾ മേടിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. മീൻ ഇളക്കാൻ പാടില്ല, പക്ഷെ ഞാനിതിൻ്റെ നോക്കട്ടെ പുളിയെല്ലാം മതിയോന്ന്. എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് പുളിയൊന്നും ആയ കൊള്ളില്ല കുട്ടികളെ. അങ്ങനെ അവിടെ കിടന്ന് അതിന് ഒരിച്ചിട്ട് കറിവേപ്പിലയും കേട്ടു. ഇങ്ങനെ അതവിടെ കിടന്ന് വേഗത്തെ വെന്ത് കഴിഞ്ഞാൽ 2 തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിൽ നമ്മൾ അത് 2 തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിൽ അത് കിടക്കട്ടെ. ചെറിയ തീയിൽ കിടന്ന് അത് വേഗട്ടെ.
തിള വരുന്നേ ഉള്ളൂ. നല്ലോണം ഒരു തിള വന്നു, പിന്നെ ഒരു തിളയും കൂടെ വന്നു കഴിഞ്ഞ് അത് സാവധാനം തിരുതാട്ട് ഇടുക. ഇത് നല്ലോണം വെന്ത് കുറുകി വരുമ്പോൾ കറിവേപ്പില ഊരിയിട്ട് ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കഴിഞ്ഞു ഇതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. എല്ലാവരും നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണേലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ, പാചകം ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് ഡിഫറൻ്റ് ആവും. അങ്ങനെ ആ ഡിഫറൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ അല്ലേ കഴിവ്. ഒരു മീൻ തന്നെ, ഒരു റെസിപ്പി തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ പാചകത്തിൻ്റെ മികവെന്ന് പറയുന്നത് നമ്മുടേതായ ഒരു തന്മയത്വം, മനോഭാവം അത് വേണം അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വയ്ക്കാൻ നോക്കണം. ഇത് വെന്ത് കുറുകി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ബായ്.